എന്നും മറ്റുള്ളവർ കാണുന്ന രീതിയിൽ ഞാൻ കാണുന്നില്ല. ഞാൻ യുവരാജിന്റെ ഒരു പോയിന്റ് നേടി ചെയ്തതിനു ശേഷം ഞാൻ ആരിഫിലേക്ക് വരാം, കൺക്ലൂഷനിലേക്ക്. ഒന്ന് ആഡ് ചെയ്യാം. യുവരാജ് ഗോകുൽ, ഞാൻ ചോദ്യം കേട്ടില്ല. ഒന്നുമില്ല, ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു പോയിന്റ്. ഈ വിഷയത്തിൽ BJP ഒരു വിന്നിംഗ് കപ്പാസിറ്റിയിലേക്ക് വന്നിട്ടില്ല എന്നൊരു പരാമർശം കൂടി ശ്രീ കെനഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ശ്രീ അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഒന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP 20% വോട്ടിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. 20% വോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇപ്പോൾ NDA എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് BJPയുടെ ഒരു കപ്പാസിറ്റിയിലാണ് അത് വന്നിരിക്കുന്നത്. ബാക്കി PDJസും ചെറിയ അനുബന്ധ കക്ഷികളും ഉണ്ട്. എന്നാൽ 20% വോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ UDF എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 40%, 50% മാത്രമേ ആവുന്നുള്ളൂ. കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെ ഉണ്ടാകുന്ന വലിയൊരു സംവിധാനമാണ് അതിനെ ഒരു എബോവ് 30%ലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലി എടുത്തു കഴിഞ്ഞാൽ BJPയും കോൺഗ്രസും CPMും ഒക്കെ ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു ഈക്വൽ പൊസിഷനിങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത്. BJP വിന്നബിൾ പൊസിഷനിലേക്ക് എത്തുവാൻ വേണ്ടി ഇപ്പോൾ 20% വോട്ട് എന്ന് പറയുന്ന ഒരു മാജിക് നമ്പറിലേക്ക് BJP ടച്ച് ചെയ്തതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ 23,000 വാർഡുകളിലേക്കാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏതാണ്ട് 4,000 മുതൽ 5,000 വാർഡുകളിൽ വരെ BJP ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് നമ്മൾ കണക്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതാണ്ട് 5,000 വാർഡുകളിലേക്ക് BJP കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കേരളത്തിലെ ഏതാണ്ട് 4/1 വാർഡുകളിൽ, അതായത് 25% വാർഡുകളിലേക്ക് BJPക്ക് ജയം എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ 20% വോട്ട് കൊണ്ട് എങ്ങനെ 25% വാർഡുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPക്ക് വോട്ട് ലഭിച്ചിരിക്കുന്ന പ്രദേശങ്ങളൊരു ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ തിരുവനന്തപുരമാണ്, തൃശ്ശൂരാണ്, ആലപ്പുഴയാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കർണാടകത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 35% വോട്ടും കോൺഗ്രസിന് 40% വോട്ടുമാണ് ഉണ്ടാവുക. പക്ഷേ ആ 35% വോട്ട് വെച്ചിട്ടാണ് BJP 112 സീറ്റിന് മുകളിൽ ജയിച്ചിട്ട് കർണാടകത്തിൽ അധികാരത്തിൽ വരുന്നത്. കാരണം ഒരു 70-75 സീറ്റുകളിൽ BJPക്ക് വോട്ട് കിട്ടുന്നുണ്ടാവില്ല. ഇപ്പോൾ BJPയുടെ 20% വോട്ട് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് വോട്ടാണ്. അത് മലപ്പുറം പോലുള്ള ജില്ലകളിൽ ചിലപ്പോൾ കുറവായിരിക്കും, വയനാട് പോലുള്ള ജില്ലകളിൽ കുറവായിരിക്കും. പക്ഷേ BJPക്ക് വോട്ട് ലഭിക്കുന്നിടത്ത് ഹൈ ഇൻറ്റൻസിറ്റിയിൽ വോട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏതാണ്ട് ഒരു 4,000-5,000 വാർഡുകളിലേക്ക് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന തലത്തിലേക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായാലും ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ജനങ്ങൾക്ക് അത് കാണുമ്പോൾ ബോധ്യപ്പെടും.